രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം അത് കേവലം പറയാൻ സുഖമുള്ള ഒരു പദമാണെങ്കിലും അതിലേക്കുള്ള യാത്രയുടെ ത്യാഗവും കഷ്ടപ്പാടും ജീവൻ നൽകിയ മനുഷ്യരുടെ ചോരയും ഒക്കെ വീണ ഓർമ്മകൾ ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയ്ക്കുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം എന്താണെന്ന് നാം അറിയുന്നത് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലാണെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ പതാക സ്വന്തം നിലയിൽ ആകാശത്തേക്കൊന്ന് ഉയർത്താൻ അനുവാദം കിട്ടിയ ഒരു ദിവസമുണ്ടല്ലോ, ഒരു നിമിഷം. ആ നിമിഷം ഇന്ത്യയിലെ ഏതാണ്ട് 30 കോടിയിലധികം വരുന്ന ജനങ്ങൾ അന്നവർക്ക് സ്വർഗം കിട്ടിയതിനേക്കാളും സമ്പന്നരായതിനേക്കാളും വലിയ സന്തോഷമായിരുന്നു. കാരണം ഈ ത്രിവർണ്ണ പതാക ഒന്ന് ആകാശത്തേക്ക് ഉയർന്ന് പാറി പറക്കുന്നത് കാണാൻ അവരുടെ പൂർവ്വപിതാക്കൾ ജീവനും സ്വപ്നവും രക്തവുമൊക്കെ നൽകി ആഗ്രഹിച്ച ആ നിമിഷത്തിന് സാക്ഷിയാകാൻ, അതിൻ്റെ മനോഹരമായ ആ ആവേശവും സന്തോഷവുമൊക്കെ ഇന്ന് അനുഭവിച്ച് കൊതി തീർന്നതുപോലെ ഇന്നതൊക്കെയും മറ്റൊരാളിനെ ആക്രമിക്കാനും ദുരുപയോഗം ചെയ്യാനും വിദ്വേഷിക്കാനും വെറുപ്പ് സൃഷ്ടിക്കാനുമൊക്കെ ഉതകുന്ന ഒരുതരം ആയുധമായതുപോലെ, ഒരു അവസരമാക്കിയതുപോലെ. അല്ല, സ്വാതന്ത്ര്യം അതല്ല. അത് കഷ്ടപ്പാടുകളുടെ ബ്രിട്ടീഷുകാരൻ്റെ സാമ്രാജ്യത്വത്തിൽ നിന്നും പിടിച്ചു വാങ്ങിയ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും മോചിതമാകാൻ തലയുയർത്തി നിൽക്കുന്ന നാട്ടിലാണ് അഭിമാനത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന് ഉറക്കെ പറഞ്ഞ ഗീതികൾ മുഴക്കിയ ഒരുപാട് ദേശസ്നേഹികളുടെ സ്വപ്നം കൂടിയാണത്. ആ സ്വപ്ന പൂർത്തീകരണത്തിന് ശേഷം ഇങ്ങനെ ഒരു പുസ്തകം നമ്മളുണ്ടാക്കി, ഒരു പ്രമാണം, ഒരു രേഖ. നമ്മൾ ഭരിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാൻ, അതിൽ മറ്റൊരാളും കൈകടത്താതിരിക്കാൻ. അതിലെ എഴുതിയ ഓരോ വാചകങ്ങളും വരികളുമൊക്കെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ച മനുഷ്യർ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒരുമിച്ചെഴുന്ന് എഴുതിയ ജീവൽ രേഖകളാണ്, പ്രധാനപ്പെട്ടവയാണ്. എന്നിട്ട് അതിൻ്റെ കോർണറുകളിലും നിറയെയും വ്യത്യസ്തമായ ചിത്രങ്ങൾ വരച്ചു. ഇന്ന് ആ പേജുകളിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ കാണുന്ന മഹാന്മാരായ ധീരദേശാഭിമാനികളെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, നമുക്ക് വിദ്വേഷമുണ്ട്. പക്ഷേ അന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റേത് പ്രമാണത്തെക്കാളും ഏത് രേഖയെക്കാളും ഏറ്റവും ബലമായി ഒരു ഭാരതീയൻ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട രേഖയാണ് ഈ രേഖ. അത് ആർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാനാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരക്ഷരം പോലും കീറിക്കളയാൻ നാം അനുവദിച്ചുകൂടാ. കാരണം എന്തെന്നറിയോ, ഇന്നുള്ളവർക്കൊന്നും അത് കീറിക്കളയാനുള്ള അവകാശമില്ല, യോഗ്യതയില്ല. അവർ ത്യാഗം സഹിച്ചിട്ടില്ല, അവർ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ടില്ല. അവരൊക്കെയും അധികാരത്തിൻ്റെ സോപാനങ്ങളിലേക്കെത്താൻ ഏറ്റവും സുഖകരമായ ശരിയും തെറ്റും നിറഞ്ഞ വഴികൾ തിരഞ്ഞെടുത്തവരാണ്. പക്ഷെ അന്നങ്ങനെ ആയിരുന്നില്ല. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ. ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെന്ന്. അങ്ങനെ അനേകായിരം പേർ, പേരറിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ. അവർക്കിടയിൽ ജാതിയും മതവും ഒന്നും പ്രശ്നമായിരുന്നില്ല. അവർക്കൊറ്റ ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജാതി ഭാരതീയൻ എന്ന വികാരമായിരുന്നു. ആ വികാരത്തെയാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്. ആ സ്വാതന്ത്ര്യമാണ് നാം ആഘോഷിക്കേണ്ടത്. കേവലമായ അവധി ദിവസത്തിനപ്പുറത്ത്, ആലസ്യം നിറഞ്ഞ ചാരികസേരയിൽ ചാരിക്കിടന്ന് വായിക്കുന്ന വാർത്തകൾക്കപ്പുറത്ത്, ആ ദിനത്തിൻ്റെ ഏതെങ്കിലും ഒരു മണിക്കൂറിൽ ഈ രാജ്യത്തിനു വേണ്ടി ഒന്നുമല്ലാതെ പോരാടിയ മനുഷ്യരുടെ രക്തവും ജീവനെക്കുറിച്ചും ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. എന്നിട്ടൊരു പ്രതിജ്ഞ എടുക്കണം. എന്തെല്ലാം ഉണ്ടായാലും ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സ്വാതന്ത്ര്യവും എന്നും കാത്തു സൂക്ഷിക്കാൻ, വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു പൂന്തോട്ടം പോലെ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി നാം ഓരോരുത്തരും ഉണ്ടാകുമെന്ന്. അതാകട്ടെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം. ജയ് ഹിന്ദ്.